സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ SIT സംഘത്തിന്റെ പരിശോധന തുടരുകയാണ്. ഇന്നലെയാണ് പരിശോധന ആരംഭിച്ചത്. ലീഗൽ മെട്രോളജി അസസ്മെന്റ് സംഘവും SIT സംഘത്തോടൊപ്പം ഉണ്ട്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുകയാണ്. അരുൺ, ഇന്നലെയാണ് SIT സംഘം ശബരിമലയിൽ എത്തിയിരിക്കുന്നത്. വീണ്ടും സമഗ്രമായ പരിശോധന SIT അവിടെ നടത്തുമ്പോൾ എന്തെല്ലാമാണ് SIT സംഘം അവിടെ നിന്ന് ഈ കവർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും സമഗ്രമായ ഒരു പരിശോധന, നീലിമ സൂചിപ്പിച്ച പോലെ തന്നെ സമഗ്രമായ ഒരു പരിശോധന മാത്രമാണ് ഇനി SIT സംഘത്തിന് മുന്നിലുള്ളത്. കാരണം അത്രത്തോളം വലിയ പ്രതിസന്ധിയിലൂടെയാണ് SIT സംഘം ഇപ്പോൾ കടന്നു പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വർണ്ണപ്പാളികളുടെ ആ തൂക്കത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ആ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ കൃത്യമായി തന്നെ ബോധ്യപ്പെടണം. അത് ശാസ്ത്രീയമായി തന്നെ അത് റിപ്പോർട്ടാക്കി ഹൈക്കോടതിയിൽ കൊടുക്കണം. ആദ്യ പരിശോധനാ ഫലം അത് വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. ഇതിനുശേഷം സമഗ്രമായി ശാസ്ത്രീയമായി കൃത്യമായി തന്നെ ഒരു പരിശോധന നടത്തണമെന്നുള്ള ഒരു ആവശ്യം ഹൈക്കോടതിക്ക് മുന്നിലേക്ക് ഇവർ വെച്ചിരുന്നു. ഹൈക്കോടതി അതിന് അനുമതി നൽകിയിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു അനുമതിക്ക്, പരിശോധനയ്ക്ക്, സമഗ്രമായ ഒരു പരിശോധനയ്ക്കുള്ള ഒരു അനുമതി കൊടുത്തിരുന്നത്. ഇന്നലെയാണ് SIT സംഘം ശബരിമല സന്നിധാനത്തേക്ക് എത്തിയത്. ഇന്നലെ രാവിലെ 11 മണിയോടെ പമ്പയിലെത്തിയ സംഘം വിശദമായൊരു അവലോകന യോഗം ചേർന്നിരുന്നു. അവലോകന യോഗത്തിന് ശേഷം 1 മണിയോടെയാണ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ശബരിമലയിലേക്ക് എത്തിയത്. അതിനുശേഷം വൈകിട്ട് 5 മണിക്ക് നട തുറന്നതിന് ശേഷമായിരുന്നു പരിശോധന ആരംഭിച്ചത്. ആ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും പരിശോധന അവസാന ഘട്ടത്തിലേക്കാണ്. ഇന്ന് രാത്രിയോടെ തന്നെ ഈ പരിശോധന പൂർത്തിയാക്കി സംഘം മടങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. SITയെ സംബന്ധിച്ചുള്ള ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം പ്രതിപട്ടികയിലുള്ളവരൊക്കെ തന്നെ സ്വാഭാവികമായി ജാമ്യത്തിൽ പുറത്തിറക്കുന്നു. ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കുന്നില്ല. ഇത് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ തലത്തിലുമൊക്കെ തന്നെ വലിയ ആരോപണം SITക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെയാണ് സമഗ്രമായ ഒരു പരിശോധന വരുന്നത്. ഈ SITയുടെ ഈ പരിശോധനാ റിപ്പോർട്ട് അത് സമഗ്രമല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇവർ മുൻകൂട്ടി കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. അല്ലെങ്കിൽ SITയുടെ ഒരു വിശ്വാസ്യതയെ തന്നെ അത് ബാധിക്കും. അത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഈ സമഗ്രമായ 2 ദിവസം നീണ്ടുന്ന സമഗ്രമായ ഒരു പരിശോധനയ്ക്ക് SIT ഇപ്പോൾ തയ്യാറായിരിക്കുന്ന നീലിമ.